ഷാജി കൈലാസിനൊപ്പമാണ് പ്രശാന്ത് കൃഷ്ണ ഉള്ളത്. പ്രശാന്ത്, അവിടെ നിന്നുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ആറ്റുകാൽ പൊങ്കാല ദിവസം ഷാജി കൈലാസിന്റെ വീട്ടിൽ വലിയ ആഘോഷം തന്നെയാണ്. കാരണം ഒരുപാട് കലങ്ങളിൽ പൊങ്കാല അർപ്പിക്കുന്നത് എല്ലാ വർഷവും നമ്മൾ കാണുന്നതാണ്. ഇത്തവണയും ഷാജിന്റെ വീട്ടിൽ മാറ്റമൊന്നുമില്ല അല്ലേ? വലിയ എങ്ങനെ ഇത്തവണ എത്ര അതിഥികളാണ് ഇവിടെ പൊങ്കാലയ്ക്ക് എത്തിയിട്ടുള്ളത്? ഇന്നൊരു 10-15 പേരുണ്ടെന്ന് പറഞ്ഞു ചിത്ര. അപ്പോൾ കഴിഞ്ഞ വർഷത്തിന് വ്യത്യസ്തം ഇത്തവണ പുതുതായിട്ട് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് എത്തിയവരും പൊങ്കാലയ്ക്ക് എത്തിയവരൊക്കെ ഉണ്ടല്ലോ. ആരൊക്കെയാണ്? ഞങ്ങളുടെ എൻ്റെ ഏറ്റവും കൂടുതലുള്ള സുഹൃത്തും എൻ്റെ ബ്രദറിനെ പോലെയുള്ള ആൽവിൻ ആന്റണി പ്രൊഡ്യൂസറാണ്. അദ്ദേഹം ആദ്യമായിട്ടാണ് പൊങ്കാല സമർപ്പിക്കാൻ വേണ്ടി വന്നത്, അദ്ദേഹവും വൈഫും. അപ്പം എങ്ങനെ ആറ്റുകാൽ ക്ഷേത്രത്തെക്കുറിച്ചുള്ളൊരു വിശ്വാസം ഷാജിയേട്ടൻ പലവട്ടം ഈ പൊങ്കാല ദിവസമൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടാണോ ആറ്റുകാൽ പൊങ്കാലയുടെ വിശേഷം അറിയാമെന്നാണ്? എന്നെ കൊണ്ടുപോയിട്ടുണ്ട് അമ്പലത്തിൽ, അവിടെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു അനുഭവം? അനുഭവം പറഞ്ഞാ അമ്മയെ കണ്ടു പറയൂ. പ്രാർത്ഥിച്ചിട്ട് വന്നു. എങ്ങനെ ഷാജിയേട്ടാ, ഇത്തവണ കഴിഞ്ഞ തവണ നമ്മൾ പൊങ്കാലയ്ക്ക് ഇവിടെ വന്നപ്പോഴേ ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടായിരുന്നു. കാരണം മകന്റെ സിനിമയുടെ ഷൂട്ട്, റോഷൻ ഉണ്ട് ഇവിടെ, വിളിക്കാം വന്നാട്ടെ. അപ്പോൾ ഷാജി കൈലാസിന്റെ മകൻ റോഷൻ, എങ്ങനെ സിനിമയുടെ ഒരു ഷൂട്ടെല്ലാം കഴിഞ്ഞു, ഇപ്പോൾ റിലീസ് കാത്തിരുന്നൊരു സമയമാണ് അല്ലേ? അതെ, ഞാൻ അച്ഛൻ്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തതാണ്. അപ്പോൾ അതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. പിന്നെ ഇപ്പൊ ആറ്റുകാൽ പൊങ്കാലയുടെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. പൊങ്കാല ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പരിപാടിയില്ല, അച്ഛനും മോനും അമ്മയും അല്ല അല്ലേ? ഇല്ല, ഇതൊരു അടിപൊളി സംഭവമല്ലേ. അപ്പൊ അതിന്റെ കൂടെ നിൽക്കുന്ന ഒരു എക്സൈറ്റ്മെന്റ് ആണ്. പിള്ളേരൊക്കെ ഇപ്പൊ ഭക്തി എന്ന് പറഞ്ഞാൽ അടിപൊളി എന്തായാലും. പിന്നെ എങ്ങനെ ഇപ്പൊ ഇത്തവണ എത്ര കാലത്തിലാണ് പൊങ്കാല? ചേച്ചി എത്തിയിട്ടില്ല? എല്ലാവരും ഒരുക്കത്തിലാണ്. കാരണം 10-25 ഗസ്റ്റ്, എത്ര 25 പേരല്ലേ? 15 പേരുണ്ട്. എത്ര കാലത്തിലാണ് പൊങ്കാല ഇത്തവണ? അതെ, 15 ഡിഫറെന്റ് ആയിട്ട് ആൾക്കാരുണ്ട്. നമ്മൾ ഒരു കാലത്തിൽ ഇടുന്നുള്ളൂ, ബാക്കി നമ്മുടെ കൂടെ ഇടുന്ന ആൾക്കാരുണ്ട് 15 പേരുണ്ട്. അപ്പം 15 കലത്തിൽ പൊങ്കാല. അപ്പോൾ പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇനിയിപ്പോൾ പണ്ടാരെടുപ്പിൽ തീ കൊളുത്തുന്ന സമയത്തിന് മുൻപ് തന്നെ എല്ലാവരും ഒരുക്കങ്ങൾ, ഇപ്പോൾ തേങ്ങയൊക്കെ ചെരുകുന്നുണ്ട്. അതിന് ഈ പൊങ്കാലയ്ക്ക് ആവശ്യമായുള്ള സാധനങ്ങളൊക്കെ ഒരു വശത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പം റോഷനോടും ഒക്കെ തന്നെ വിശേഷം ചോദിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെ അപ്പം പൊങ്കാലൊരു അടിപൊളിയാണെന്ന് പറഞ്ഞു, എങ്ങനെ പൊങ്കാലയെ കുറിച്ചുള്ള അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ ചെറുതിലേ തൊട്ട് മുതൽ അമ്മയുടെ കൂടെ പോകാറുണ്ടായിരുന്നു. ആറ്റുകാലായിരുന്നു നമ്മൾ ആദ്യം ഇട്ടുകൊണ്ടിരുന്നത്, അമ്പലത്തിനടുത്ത്. അപ്പോൾ തൊട്ടേ ഞാൻ പോകും. ഈ ഉത്സവം എല്ലാം അതിൻ്റെ കൂടെ കാണാൻ അത് രസമാണ്, എൻ്റെ കൂടെ നിൽക്കാൻ. ഇപ്പോൾ വീട്ടിലായി, ഇപ്പോൾ വീട്ടിലാകുമ്പോഴും ഇവരുടെ കൂടെ നിന്ന് എല്ലാവരും ഹെൽപ്പ് ചെയ്ത് അങ്ങനെ നിൽക്കുക ഒരു അടിപൊളി ഫീലാണ്. ഈ പുതിയ ജനറേഷൻ തിരക്കുകളിലേക്ക് പോകുമ്പോഴും ഈ ദിവസം പക്ഷേ റോഷൻ മാറ്റി വയ്ക്കാറില്ല അല്ലേ? ഇല്ല, ഇത് ഭയങ്കര രസമുള്ളൊരു ഫീൽ കിട്ടുന്ന ഒരു ദിവസമാണ്. അപ്പം എവിടെയാണെങ്കിലും ആ ദിവസം മാക്സിമം ഇവിടെ വരാൻ ശ്രമിക്കും. അതെ, അമ്മയുടെ കൂടെ നിൽക്കാനും. എപ്പോഴാണ് രാവിലെ ഒരുക്കമൊക്കെ ഇപ്പോൾ തുടങ്ങി? ഇത് നമ്മൾ ഇന്നലെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. കൊതുമ്പ് ചൂട്ട് കല്ലെല്ലാം റെഡിയാക്കി വെച്ചു. ഇന്ന് രാവിലെ ഇനി എല്ലാം ബാക്കി പൊങ്കാലിടേണ്ട സാധനങ്ങളെല്ലാം മേടിച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ദിവസം മുമ്പേ തുടങ്ങി ഒരുക്കൊക്കെ? പിന്നെ തുടങ്ങി. എങ്ങനെ അപ്പം ഈ തിരക്കിനിടയിൽ പൊങ്കാല ദിവസം കിട്ടണമെന്നുള്ള കർശന നിർദ്ദേശം കാണും അല്ലേ? അതെ, എന്ന് പറഞ്ഞാൽ ആ ദിവസം മസ്റ്റായിട്ട് ചിത്രയുടെ കൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പണ്ടുതൊട്ടേ അങ്ങനെയായിരുന്നു, അമ്മയുള്ളപ്പോഴും അങ്ങനെയായിരുന്നു. ഒരു ദിവസം ഇവിടെ നിൽക്കുക, എന്ത് തിരക്കായിരുന്നാലും. ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ പറഞ്ഞിട്ടാണ് ഓടിയത്. ഷൂട്ടിംഗ് സമയത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസം എനിക്ക് അവധി വേണം ഇതിനു വേണ്ടി. ഇപ്പം അങ്ങനെ ഷെഡ്യൂൾ ഗ്യാപ്പ് എടുത്ത് വന്നിരിക്കുകയാണ്. ഈ ഷെഡ്യൂൾ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഷൂട്ടിംഗ് ഫുൾ കഴിഞ്ഞു, അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫൈനൽ എഡിറ്റിംഗ് നടക്കുന്നു. അതിൻ്റെ ഇടയിൽ ഒരു ദിവസം ഓടി വന്നു. അമ്മയുടെ അനുഗ്രഹം ഏറ്റവും വേണ്ട ഒരു സമയമല്ലേ? അതെ, ഈശ്വര, അത്രേ ഉള്ളൂ. ഒരു വലിയ ഹിറ്റ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈശ്വരനോട് പറയാം, അദ്ദേഹം സാധിച്ചു തരും, അമ്മ സാധിച്ചു തരും എന്നാണ് വിശ്വസിക്കുന്നത്. എപ്പോഴും സാധാരണ ഈ പൊങ്കാല ഇടുമ്പോഴേ അമ്മയുടെ ഒരു പ്രസൻസ് ഇവിടെ ഉണ്ടാവും. കഴിഞ്ഞ തവണയൊക്കെ ആ ഒരു ഇല്ലായ്മയുടെ ഒരു ബുദ്ധിമുട്ട് വിഷമം പറഞ്ഞിട്ടുണ്ട്. അതെ, അമ്മ കോവിഡിന് ഇത് മുമ്പായിരുന്നു അമ്മ വന്നുകൊണ്ടിരുന്നത്. കോവിഡിന് ശേഷം അമ്മ പോയിട്ടില്ല. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ടും മാറ്റിയത്, അമ്മ നേരിട്ട് കാണാൻ വേണ്ടി. അപ്പോൾ അമ്മ അവിടെ ഇരിക്കും, വരാന്തയിലിരുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കും. നിങ്ങളൊക്കെ വരുമ്പോഴൊക്കെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അമ്മ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് വേണ്ടി ഇപ്പോൾ ഒരു കലം ഇടുന്നുണ്ട് എപ്പോഴും. അങ്ങനെ ഇപ്പോഴും അമ്മ കണ്ടിരിക്കുന്ന, അമ്മയുടെ മുന്നിലാണ് പൊങ്കാല ഇടുന്നത് എന്നുള്ളൊരു തീർച്ചയായിട്ടും അമ്മയുടെ മനസ്സെപ്പോഴും അമ്മയാണല്ലോ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ ഈ ലോകത്ത്.